അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കും പരിക്ക് പറ്റിയവർക്കും കൈത്താങ്ങായി ഡോക്ടർ ശംസീർ എത്തി. ശംസീറിനെ പ്രശംസിച്ച് എലിസബത്ത് ഉദയൻ. മലയാളിയായതിൽ അഭിമാനം തോന്നുന്നുവെന്നും ഒരുപാട് സന്തോഷം തോന്നുന്നതുകൊണ്ടാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞതെന്നും എലിസബത്ത് പറയുന്നു. വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ എം.എ. യൂസഫ് അലിയുടെ മകനാണ് ഡോക്ടർ ശംസീർ വയലിൻ. യൂസഫ് അലിയുടെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി കൂടി ഇക്കാര്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നു എന്ന് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറഞ്ഞു. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നടന്ന വിമാനാപകടം ഉണ്ടായത് എല്ലാവരും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. വിമാന അപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നത് ഡാറ്റ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൂടാതെ മലയാളിയായിട്ടുള്ള ഡോക്ടർ ശംസീർ വയലിൻ ഇവിടെ മരിച്ചവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ പരിക്കേറ്റ ആൾക്ക് ധനസഹായം നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ആ തുക കൈമാറിയത്. അർഹതപ്പെട്ട ചിലർക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ ധനസഹായം നേരിട്ട് നൽകി. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തുക സ്റ്റുഡൻസ് കൗൺസിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പകരം അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു വന്നത്. അദ്ദേഹത്തെ പറ്റി പറയാൻ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം യൂസഫ് അലി സാറിൻ്റെ മരുമകൻ ആണ്. എനിക്കൊരു 16-17 വയസ്സ് തൊട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് യൂസഫ് അലി സാർ. അദ്ദേഹത്തെ കണ്ടു കാര്യം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടിയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം യൂസഫ് അലി സാറിൻ്റെ കണ്ണിൽപ്പെട്ടാൽ അത് അദ്ദേഹം ഏറ്റെടുക്കും. അദ്ദേഹം ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഡോക്ടർ ശംസീർ വയലിൻ. അദ്ദേഹം റേഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം പബ്ലിസിറ്റി കൊടുക്കാതെ വളരെ ശാന്തനായി നടന്ന ഒരു ചടങ്ങിലാണ് ഈ തുക കൈമാറിയത്. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയൊക്കെ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നതെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ വന്നത്. ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ ചെന്ന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ഇത്തരം ആൾക്കാരുമുണ്ട് എന്നതിൽ ഒരു സന്തോഷമുണ്ട്. യൂസഫ് അലി സാറും ഈ ഡോക്ടറും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ജീവിതത്തിലൂടെ ആശ്വാസം തോന്നുന്നു. മലയാളിയായതിൽ അഭിമാനം തോന്നുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ ബിസിനസ്സുകൾക്കും ആശുപത്രിയുമൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത്. സ്വന്തം ജീവൻ രക്ഷപ്പെട്ട ആശ്വാസമുണ്ടെങ്കിൽ മനസ്സിൽ പ്രിയപ്പെട്ടവരെയും കൊല്ലപ്പെട്ട ആളുകളെയും ഓർത്തുള്ള ദുഃഖത്തിലായിരുന്നു എലിസബത്ത് PG ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരിക്കേറ്റ് പറ്റിയവരെ കൊണ്ടുവന്നത്. ഏകദേശം 2 വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ട്രാൻസ്മിഷൻ മെഡിസിനിൽ PG ചെയ്യുകയാണ് എലിസബത്ത്.